ബ്രോ പടം എങ്ങനെയുണ്ട്? കൊള്ളാം ബ്രോ. എങ്ങനെയാണ് പുഷ്പ 1-ലോട്ട് നിന്ന് 2-ലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ജേണി എങ്ങനെയുണ്ട്? എനിക്ക് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കുറച്ചുകൂടെ നന്നായിട്ട് വിച്ച് മീൻസ് ഒന്ന് ഇഷ്ടമാണ്, അതിനേക്കാളും ഒരു പടി മുകളിൽ തന്നെയാണ്. ബട്ട് ചില സ്ഥലങ്ങളിൽ കുറച്ച് ക്രിഞ്ചും കാര്യമൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. വേറെ പ്രോബ്ലം ഒന്നും എനിക്ക് തോന്നില്ല. നല്ല മൂവി അതിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പുള്ളി കൊള്ളാം. ബൈ. പുള്ളി അഭിനയം അടിപൊളി. ബ്രോ പടം എങ്ങനെയുണ്ട്? കൊള്ളാം ബ്രോ. ഒന്നാണോ ടൂവാണോ ഇഷ്ടപ്പെട്ടത്? വണ്ണാണ് ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ബ്രോ. ടൂ അത്ര ഇതില്ല, പകത് കിട്ടില്ല അഭിനയിക്കുന്നു ബ്രോ. ഒരു മാസ പടം തന്നെയാണ്. അത്രയ്ക്ക് വലിയ ഇതായിട്ടില്ലായിരുന്നു, ചെറിയൊരു പടം ഇഷ്ടപ്പെട്ടു. വേറെ കുഴപ്പമൊന്നുമില്ല. പ്രതീക്ഷയില്ല അത്ര പോലെ നമുക്ക് ഫഹ്ഫാസിന് അത്ര പ്രതീക്ഷിച്ച പോലെ നമുക്ക് കിട്ടിയിട്ടില്ല. അല്ല വേറെ പടം എങ്ങനെയുണ്ട്? എങ്ങനെയാണ്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഇഷ്ടപ്പെട്ടത്? Full enjoy. 1 minute also not bored. 3.5 hours is easily can fit. ഫസ്റ്റ് അത്ര പോരായിരുന്നു. ക്രിഞ്ച് കാര്യങ്ങളൊന്നുമില്ല, വലിയ കത്തിയായിട്ട് തോന്നിയില്ല. ഫൈറ്റ്സ് നല്ല പക്കയായിട്ട് ചെയ്തത്, വലിയ കത്തിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം നോർമൽ ഫൈറ്റ്സ് ഒക്കെയാണ്. ക്യാമിയോ ആരാന്ന് മനസ്സിലായില്ല. രണ്ടുപേർക്ക് ലാസ്റ്റ് വരുന്നുണ്ട്. ഒരാൾ പാസ് ചെയ്യാൻ തോന്നുന്നു, ലാസ്റ്റ് ആളെ കണ്ടില്ല, മനസ്സിലായില്ല. പാർട്ട് 3 ഉണ്ട്. ഇത് റാംപേജ്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? എങ്ങനെ ഫസ്റ്റ് പാർട്ടാണോ ഇഷ്ടപ്പെട്ട സെക്കൻഡ് പാർട്ട്? സെക്കൻഡ് കുറച്ചുകൂടെ കൊള്ളാൻ തോന്നുന്നു. 3.5 മണിക്കൂർ അടുപ്പിച്ചുണ്ടല്ലോ സിനിമ. ലാഗ് എന്തെങ്കിലും ഫേസ് ചെയ്തായിരുന്നു? എനിക്ക് അങ്ങനെ തോന്നില്ല. എല്ലാം സൂപ്പറായിരുന്നു. ഫൈറ്റ് സീനൊക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റ് സീനൊക്കെ സൂപ്പറായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ പൊളിയായിരുന്നു. ബദ്മാസിൽ സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ല. സൂപ്പർ. വാഫ കറക്കിയിട്ടുണ്ട്. അല്ലു അർജുൻ സാറിനെ പിന്നെ പറയണ്ടല്ലോ, ആദ്യം ഫസ്റ്റ് ലെവലിനെക്കാളും കിടിലാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല ഇമോഷണലി നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിനേക്കാളും നല്ല ഇമോഷണലി വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല ഫാമിലി മാൻ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരേ തരത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു റോൾ. പക്ഷെ അങ്ങനെ ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. ടൈം പോയതേ അറിഞ്ഞില്ല. നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. ശരി. സെക്കൻഡ് ഹാഫ് പക്ഷേ തൊലച്ചാണ്. മറ്റേ സാരിയൊക്കെ കൊണ്ടുവരുന്നില്ലേ, അവിടെ നിന്നുള്ള പടം അത്ര ഫ്ലോപ്പായിരുന്നു. അതിനുശേഷം അങ്ങോട്ട് ക്രിഞ്ച് ബസ്. ക്ലൈമാക്സ് ഒക്കെ സീരിയൽ പടം, പക്ക സീരിയൽ എടുത്ത് വെച്ചേക്കുന്നത്. പക്ഷെ ഫസ്റ്റ് സൈഡായി കളയുന്നത് സത്യം പറഞ്ഞ റോളം കുറച്ച് തമാശ അറിയാൻ വേണ്ടി വന്നതൊക്കെ ഉണ്ടായിരുന്നു. വില്യനസം കാണാനൊന്നും പറ്റിയില്ല. ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് കുറച്ച് കോമഡി കാണിച്ച് പോയി, അത്രേ ഉണ്ടായിരുന്നു. ഒന്ന് തന്നെ ഒരു ആവറേജ് ആയിരുന്നു, അത്രയും പോലും എന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. പിന്നെ രശ്മികയും അല്ലു അർജുൻ കോംബോ ഇല്ലേ, ക്രിഞ്ച് ബെസ്റ്റ്. ഏറ്റവും മോശം അതായിരുന്നു പടത്തിൽ. ബ്രോ പടം വൈൽഡ് ഫയർ എങ്ങനെയുണ്ട് സിനിമ? തെലുഗു വെർഷൻ. സിനിമ ഇറ്റ്സ് ഗുഡ്. ഫഹ്ഫാസിൽ അല്ലു അർജുൻ. അല്ലു അർജുൻ റാം ഫയർ. ഫസ്റ്റ് ഓർ സെക്കൻഡ്? പുഷ്പ 1 or 2? 3 റാംപേജ്. പുഷ്പ 3. സൂപ്പർ ബ്രോ. കുത്താച്ചി പാസിന്റെ സിനിമ പടം എങ്ങനെയുണ്ട്? പറഞ്ഞു പറ്റിച്ച അത്ര പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കണ്ടിരിക്കുക. അടിപൊളി, സൂപ്പർ, കൊള്ളാം. ഉറക്കം കളഞ്ഞത് മാത്രം മിച്ചം, അത് മാത്രമേ പറയാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫൈറ്റ് കുറച്ച് ലാഗ് മീൻസ് അങ്ങനെയല്ല, കുറച്ച് ഓവറായിപ്പോയി, അത്ര മാത്രമേ പറയാവുള്ളൂ. ഇത് മാത്രമേ കണ്ടിട്ടില്ല. കടിച്ചു തിന്നത് മാരകം. പോട്ടോ. ഒട്ടും കൊള്ളില്ല, നല്ല പഴം താഴ്ന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പുഷ്പ ഒക്കെ പറയണതിൻ്റെ അത്ര ഒന്നുമില്ല, ഒരു വഹിക്ക് കൊള്ളത്തില്ല. ഭയങ്കര ഭയങ്കര ലെജൻഡറി പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല. പുഷ്പ 3 ഉണ്ടെന്നാണ് ഫീൽ ചെയ്തത് ഇറങ്ങിയപ്പോൾ. ഫഹദ് അല്ലുവിൻ്റെയൊക്കെ പെർഫോമൻസ്, ഫൈറ്റ് സീനൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി.
പക്ഷേ ഓവറോൾ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ് ഫീൽ ചെയ്തു, സെക്കൻഡ് ഹാഫ് സ്കോർ ചെയ്ത പോലെ ഫീൽ ചെയ്തു. എന്നാലും എന്തൊക്കെയോ എവിടേക്കോ പിന്നെ ഇമോഷൻസ് ആണെങ്കിലും സ്റ്റൈലാണെങ്കിലും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ആവറേജ് മൂവിയാണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ടുണ്ട്. തിയേറ്റർ വാച്ച് ചെയ്യാൻ കുഴപ്പമില്ല. പടം ഒരു ആവറേജ്, ഒരു പ്രതീക്ഷ അത്ര തോന്നിയില്ല. ജസ്റ്റ് കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി രസമുണ്ടായി, ഒരു കണ്ടിരിക്കാൻ തോന്നി. പക്ഷെ സെക്കൻഡ് ഹാഫ് നല്ലോണം ഒരു ലാഗ് അടിപ്പിച്ചു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എസ്പെഷ്യലി ഒരു എൻഡ് ചെയ്ത ഒരു രസം ഉണ്ടായില്ല. ഒരു പാർട്ട് 3 ലീഡിട്ട് എൻഡ് ചെയ്തേ, പക്ഷെ നമുക്ക് പാർട്ട് 3 കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഇനി തോന്നില്ല. ആ രീതിയിലായിപ്പോയി പടം. മൊത്തത്തിലൊരു ആവറേജ്, ചിലർക്ക് ചിലപ്പോൾ ബിലോ ആവറേജ് ആയിട്ട് തോന്നി. എനിക്ക് ജസ്റ്റ് ആവറേജ്. ഫസ്റ്റ് ഹാഫ് അല്ലായിരുന്നു, സെക്കൻഡ് ഹാഫാണ് കുറച്ച് ഡൗൺ ആയിരുന്നു. പടം ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ നമ്മൾ ചില സിനിമകൾ, മാസ് സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ചടപടപടപടയെന്നുള്ളൊരു പോക്കായിരിക്കും എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു സ്ലോ പീസിലാണ് പോകുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മാസ് എലമെന്റ്സ് എല്ലാം ഇട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ട് വീണ്ടും ആ ഒരു മാസ് എലമെന്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും അല്ലു അർജുൻ കാണിക്കാനുള്ള മാസിന്റെ എല്ലാത്തിനും ഒരു മാക്സിമം ആയിക്കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു ട്രാക്ക് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ആന്ധ്രാപ്രദേശിൽ നടന്ന ഒരു സംഭവത്തിന്റെ ഒരു, ഞാനത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അത് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇല്ല കങ്കു ലെവലൊന്നും ആയിട്ടില്ല. മര്യാദയ്ക്ക് അവർ സൗണ്ട് പിടിച്ചിട്ടുണ്ട്. DSP തന്നെയാണ് ഈ സിനിമയുടെ മ്യൂസിക് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. റസൂൽ പൂക്കറ്റി അഡ്വാൻസ് ആയിട്ട് തന്നെ ആൾക്കാർക്ക് പറഞ്ഞിരുന്നത് ഈ പടം ഇങ്ങനെയാണ്, ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ തിയേറ്ററുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിലൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ട്രാക്ക് മാറ്റം വരുന്നത്. കാരണം മാസം കാണിക്കാനെല്ലാം കഴിഞ്ഞു, പിന്നെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തൊരു ചെറിയൊരു അവസ്ഥ വന്നു. അപ്പം അവിടെ ഒരു ട്രാക്ക് മാറ്റം വരുന്നുണ്ട്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം പിടിച്ച് വരയ്ക്കാനുള്ള ദേഷ്യം ക്യാരക്ടറിനോടും തോന്നിയില്ല. ഇല്ല അങ്ങനത്തെ രീതിയിലൊന്നും ആയിട്ടില്ല. എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, അങ്ങനെയെങ്കിലും പോകും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ഭോജ്പൂരി സിനിമ എക്സ്പെക്ട് ചെയ്തിട്ടാവുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു ലാർജ് സ്കെയിൽ എടുത്ത ഒരു ഭോജ്പൂരി സിനിമകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. നമ്മൾ ബീഹാർ, ജാർഖണ്ഡിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ യു.പി, ബീഹാർ ആ ഒരു സെറ്റപ്പ് വലിയ സ്ക്രീനിൽ എടുത്തിരിക്കുന്ന സിനിമ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച് വന്നു. ആ ഒരു പക്ഷേ അതിൻ്റെ ഒന്ന് അപ്പോൾ എക്സ്പെക്ടേഷൻ അത്രയും ലോ ലെവലിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു മാസ് എലമെന്റ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. ഫഹദ് രണ്ടുപേരും ഫഹദാണ് ഉയർത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതൊരു പറയുന്നില്ല ഞാൻ, കാരണം നമുക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മൾ ഇന്ത്യയിൽ പലയിടത്തും ഇങ്ങനത്തെ ഒരു ഇതാണ്. കേരളത്തിൽ തന്നെ ഒരു അമ്പലത്തിൽ ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ സ്ത്രീവേഷം കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു കങ്കുവ ലെവൽ തീർച്ചയായിട്ടും എബോ കങ്കുവ തന്നെയാണ്. ഇത് ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്.